മൂന്നാറിൽ വിനോദസഞ്ചാരിക്ക് ദുരനുഭവമുണ്ടായ സംഭവത്തിൽ വിനോദസഞ്ചാര വകുപ്പിനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ വിനോദസഞ്ചാരിയായ യുവതിയെത്തിയ വാഹനം തടയുകയായിരുന്നു. പരാതിപ്പെട്ടിട്ടും പോലീസോ ടൂറിസം വകുപ്പോ ഇടപെടുക പോലും ചെയ്തില്ല. സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, രാത്രി ആ പെൺകുട്ടിക്ക് യാത്ര പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി. ഇതുവരെയും മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ സസ്പെൻഷൻ, ആ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്? എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്? സുബിൻ, 2 പോലീസുകാർക്കെതിരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായിരിക്കുന്നത്. SI സാജു പൗലോസ്, അതുപോലെ തന്നെ ഗ്രേഡ് SI ആയിട്ടുള്ള ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് ഈ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ പോലീസ് കേസ് എടുത്തിരുന്നു. അതായത് ഈ പെൺകുട്ടി തനിക്ക് അനുഭവപ്പെട്ട ദുരനുഭവം നവമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ പോലീസ് ഈ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ 2 ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ കൃത്യവിലോപം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യവിലോപം കാണിച്ചിട്ടുണ്ട്, കൃത്യമായ ഇടപെടൽ ആ സമയത്ത് നടത്തിയില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ഈ മൂന്നാറിൽ വെച്ച് മുംബൈ സ്വദേശിനിയായിട്ടുള്ള യാൻവി എന്ന ബ്ലോഗർക്ക് ഇത്തരത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് ദുരനുഭവം ഉണ്ടാവുന്നത്. ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്താണ്, കൊച്ചിയിലെത്തിയ ശേഷം ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്താണ് ഇവർ കേരളത്തിൽ തന്റെ യാത്ര ആരംഭിച്ചത്. ആദ്യം എറണാകുളത്തും അതിനുശേഷം ആലപ്പുഴയും സഞ്ചരിച്ച ശേഷമാണ് ഇവർ മൂന്നാറിലേക്ക് എത്തുന്നത്. മൂന്നാറിലെത്തിയപ്പോൾ ഈ ടാക്സി ഊബർ ആണെന്ന് അറിഞ്ഞാണ് ഈ മൂന്നാറിലെ ടാക്സി ജീവനക്കാർ ഈ വാഹനം തടയുന്നത്. അതായത് വാഹനത്തെ പിന്തുടർന്ന വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇതിനുശേഷം ഈ വാഹനത്തിന്റെ ഡ്രൈവറുമായി, അതായത് ഓൺലൈൻ ടാക്സി ഡ്രൈവറുമായി ഇവർ തർക്കത്തിൽ ഏർപ്പെടുകയും ഈ വാഹനം മൂന്നാറിലൂടെ ഓടിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ തങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനത്തിൽ സഞ്ചരിക്കാം എന്നുള്ള കോടതി ഉത്തരവുകൾ വരെയുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ ഒരു ഇടപെടൽ നടത്തുന്നത് എന്നുള്ള ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ ടാക്സി ഡ്രൈവർമാരായ അല്ലെങ്കിൽ ഈ യൂണിയൻ നേതാക്കൾ തിരിച്ചു പറഞ്ഞത് മൂന്നാർ മേഖലയിൽ ഇത്തരത്തിൽ യൂണിയൻ ഇടപെട്ട് കേസ് നൽകിയിട്ടുണ്ട്. ഈ ഊബർ ടാക്സി പോലുള്ള ഓൺലൈൻ വാഹനങ്ങൾ ഇത്തരത്തിൽ മൂന്നാർ ടൗണിലൂടെ ഓടിക്കരുത് എന്നുള്ള കോടതി ഉത്തരവ് തങ്ങളുടെ പക്കലും ഉണ്ട് എന്നുള്ളൊരു നിലപാടെടുത്തു. ഇതിനുശേഷമാണ് പെൺകുട്ടി പോലീസിനെയും ടൂറിസം വകുപ്പിനെയും ഈ ഒരു കാര്യം അറിയിക്കുന്നത്. ഇത്തരത്തിൽ വാഹനം വഴിയിൽ തടഞ്ഞ് തങ്ങളെ നിർത്തിയിരിക്കുന്ന വിവരം അറിയിക്കുന്നത്. ഇതേ തുടർന്നാണ് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ ഈ 2 ഉദ്യോഗസ്ഥർ എത്തുന്നത്. ഈ ഉദ്യോഗസ്ഥരെത്തിയ ശേഷവും വിനോദസഞ്ചാരിയായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ആ പെൺകുട്ടി ആ ഒരു നവമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഈ ഊബർ ടാക്സി മാറി മറ്റൊരു വാഹനത്തിൽ പോകാൻ നിർബന്ധിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് പെൺകുട്ടി കൃത്യമായി തന്നെ പറയുന്നു. അതിനുശേഷം ഈ നിർദ്ദേശത്തെ തുടർന്ന് ഈ ഓൺലൈനായി അവർ ബുക്ക് ചെയ്ത ടാക്സി പറഞ്ഞുവിട്ട ശേഷം മൂന്നാറിൽ നിന്നുള്ള ഒരു ടാക്സിയിലാണ് അവർ യാത്ര തുടർന്നത്. ഇതിനിടെ ഈ യാത്രയിലും ഈ ടാക്സി ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ചില ദുരനുഭവങ്ങൾ ഉണ്ടായതോടുകൂടി വാഹനം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ യാത്ര അവസാനിപ്പിച്ച് അവർ തിരികെ മടങ്ങുകയായിരുന്നു. ഇനി ഒരിക്കലും കേരളത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാറിലേക്ക് എത്തില്ല എന്ന് അവർ ആ ഒരു പോസ്റ്റിൽ കുറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ, അതായത് സമാനമായ നിരവധി സംഭവങ്ങൾ മൂന്നാർ മേഖലയിൽ ഉണ്ടാവുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ദുരനുഭവം ഈ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് മൂന്നാറിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ മറ്റ് മൂന്നാറിലെ പരിസര പ്രദേശങ്ങളിലും സഞ്ചരിക്കണമെങ്കിൽ അവിടെ നിന്നുള്ള ആ വാഹനം വേണം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വാഹനത്തിൽ മാത്രമേ സഞ്ചരിക്കാവൂ എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. അത്തരത്തിൽ എത്തുന്ന ടാക്സി ഡ്രൈവർമാരെ മർദ്ദിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്ത സാഹചര്യം എല്ലാം ഉണ്ട്. സുബിൻ, അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. മൂന്നാറിൽ വിനോദസഞ്ചാരിക്ക് ദുരനുഭവം ഉണ്ടായ സംഭവത്തിൽ വിനോദസഞ്ചാര വകുപ്പിന് മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇനി